തിരുവനന്തപുരത്തിന്റെ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് മെട്രോ റെയിൽ പദ്ധതി. പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് തീരുമാനത്തിൽ സംശയങ്ങളും തർക്കങ്ങളും തുടരുകയാണ്. തിരുവനന്തപുരം മെട്രോയുടെ പാത ഏതുവഴി കടന്നുപോകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ മെഡിക്കൽ കോളേജ്, MG റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെ ചൊല്ലിയാണ് കൂടുതൽ ചൂടുപിടിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ അലൈൻമെന്റിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടാത്തതിനെതിരെ ചിലർ ശക്തമായി വിമർശനം ഉന്നയിച്ചിരുന്നു. കഴക്കൂട്ടം മുതൽ തമ്പാനൂർ വരെ ഏകദേശം 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലായാണ് ആദ്യഘട്ട മെട്രോ പദ്ധതിയെ പരിഗണിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, കേശവദാസപുരം, പട്ടം, പാളയം, സ്റ്റാച്യു, ഓവർബ്രിഡ്ജ് വഴി തമ്പാനൂരിലേക്ക് പോകുന്ന പാതയാണ് KMRL മുന്നോട്ട് വച്ചതെങ്കിലും ഇതിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെട്ടില്ലെന്നത് വലിയൊരു പോരായ്മയായി വാദമുയർന്നു. RCC, മെഡിക്കൽ കോളേജ്, SAT ആശുപത്രി എന്നിവയിലേക്ക് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഭാഗം നിർഭാഗ്യവശാൽ ഒഴിവാക്കപ്പെടുന്നത് ശരിയല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. അതിനാൽ ഉള്ളൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് വഴി പട്ടത്തേക്ക് എത്തുന്ന പുതിയ അലൈൻമെന്റ് പരിഗണിക്കാമെന്ന സാധ്യതയാണ് പിന്നീട് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ചും സർക്കാർ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതേസമയം MG റോഡിലെ പാളയം മുതൽ ഓവർബ്രിഡ്ജ് വരെയുള്ള പൈതൃക മേഖലയിലൂടെ മെട്രോ പാത കടന്നുപോകുന്നത് ചരിത്ര സൗന്ദര്യത്തിന് നഷ്ടം വരുത്തുമെന്ന് ആക്ഷേപമുയർന്നിരുന്നു. ഈ ഭാഗത്ത് സെക്രട്ടേറിയറ്റിനും മറ്റ് പൈതൃക മന്ദിരങ്ങൾക്കും സമീപമാണ് മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കപ്പെടുക. ഇത് നഗര സൗന്ദര്യത്തെയും പൈതൃക മൂല്യത്തെയും ബാധിക്കുമെന്ന വാദത്തെ തുടർന്നാണ് പാളയം മുതൽ ബേക്കറി ജംഗ്ഷൻ വഴി തമ്പാനൂർ വരെ കടന്നുപോകുന്ന മറ്റൊരു വഴിയും പരിഗണിക്കപ്പെട്ടത്. എന്നിരുന്നാലും ഏതു പാതയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. പദ്ധതിയിൽ ടെക്നോ പാർക്ക് ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയും ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴക്കൂട്ടത്തെ ഒഴിവാക്കി ടെക്നോ പാർക്കിൽ നിന്ന് ശ്രീകാര്യം വഴി മെട്രോ തുടങ്ങുന്നതും ആലോചനയിലെത്തിയത്. എന്നാൽ ഭാവിയിൽ ആറ്റിങ്ങലിലേക്ക് മെട്രോ വികസിപ്പിക്കേണ്ടി വന്നാൽ ടെക്നോ പാർക്കിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് വെല്ലുവിളിയാകുമെന്നതിനാൽ ഈ നിർദ്ദേശം സംബന്ധിച്ചും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പാത ഉപരിതലത്തിലായിരിക്കണമോ ഭൂഗർഭത്തിലായിരിക്കണമോ എന്നതിലും ധാരണയിലെത്തിയിട്ടില്ല. ഉപരിതല പാതയ്ക്ക് കിലോമീറ്ററിന് ഏകദേശം 250 കോടി രൂപയും ഭൂഗർഭപാതയ്ക്ക് 500 കോടി രൂപയുമാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അതിനാൽ സാമ്പത്തിക വശങ്ങൾ അടക്കം ആലോചിച്ച് പാതയുടെ സ്വഭാവം തീരുമാനിക്കേണ്ടത് അനിവാര്യമാണ്. അലൈൻമെന്റിൽ അന്തിമ തീരുമാനമായാൽ ഏകദേശം 1 മാസത്തിനകം തന്നെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കാമെന്ന് KMRL ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം അനുമതികൾ ലഭിച്ചാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകുകയുള്ളൂ. മെട്രോയുടെ ആദ്യഘട്ടം കഴക്കൂട്ടം മുതൽ തമ്പാനൂർ വരെ പൂർത്തിയാകുന്നതിന് ശേഷം 2ഉം 3ഉം ഘട്ടങ്ങളിലായി ആറ്റിങ്ങൽ വരെയും തമ്പാനൂരിൽ നിന്ന് പള്ളിച്ചൽ വരെയും പദ്ധതി വിപുലീകരിക്കാനാണ് സാധ്യത. കൊച്ചി മെട്രോയുടെ മാതൃകയെ പിന്തുടർന്നായിരിക്കും തിരുവനന്തപുരം മെട്രോയുടെ വികസനവും നടക്കുക. നഗരവാസികളുടെ ദൈനംദിന ഗതാഗതം ലളിതമാക്കുന്നതിനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനുമായി ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ പദ്ധതി എത്രത്തോളം വിജയകരമാകുമെന്നത് ഇതിന്റെ അലൈൻമെന്റിലേക്കുള്ള അവസാന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ഈ വർഷം തിരുവനന്തപുരം ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന വലിയൊരു വികസന പദ്ധതിയാണിത്.